എല്ലാവർക്കും മിസ്റ്റർ ഇൻപോസിക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചുറ്റും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ടയറിന്റെ ഫാക്ടറി നിർമ്മാണമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. റബ്ബർ കൊണ്ടാണ് ടയർ നിർമ്മിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് ബലം കൂട്ടാൻ വേണ്ടി മെറ്റാലിക് വയറുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും കൂടെ ചേർക്കാറുണ്ട്. ഒരു ടയറിന്റെ 70% റബ്ബർ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ചൂട്, വെള്ളം, പ്രഷർ തുടങ്ങി വിവിധ സാഹചര്യങ്ങളിലും ടയറിനെ ബലമോടെ നിർത്താൻ സഹായിക്കുന്ന സിന്തറ്റിക് റബ്ബറും മറ്റു കുറച്ച് ചില കെമിക്കലുകളുമാണ് ടയറിന്റെ ബാക്കിയുള്ള 30%. ടയറുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇവയെല്ലാം ഒരുമിച്ചെടുത്ത് ഒരു മിക്സറിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. 4000 വോൾട്സ് പവർ ശക്തിയുള്ള ഇത്തരം മിക്സറുകൾക്ക് എത്ര കട്ടിയുള്ള റബ്ബറിനെയും നന്നായി മിക്സ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം പാക്റ്റ് പോലെ ഇരിക്കുന്ന ഈ മിക്സറിനെ റോളറിനുള്ളിലൂടെ കടത്തിവിട്ട് ഒരു ഷീറ്റ് പോലെ നിർമ്മിച്ചെടുക്കുന്നു. ടയറിന്റെ പ്രത്യേകത അനുസരിച്ച് ഇത് പല പ്രാവശ്യം റോളറിലോട്ട് കയറ്റിയിറക്കാറുണ്ട്. ഇതിലെല്ലാം ബാച്ച് നമ്പറും പ്രിന്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് മെറ്റാലിക് വയറും റബ്ബറും തമ്മിൽ ചേർക്കുക എന്നതാണ്. 1000ഓളം വയറുകളെ കൃത്യമായി അലൈൻ ചെയ്ത് ഒരു മെഷീനിലൂടെ കടത്തിവിടുന്നു. നല്ല ചൂടുള്ള റോളറുകൾ നീട്ടി തയ്യാറാക്കി വെച്ച റബ്ബറിനെ ഈ വയറുകൾക്ക് ചുറ്റും പ്രസ് ചെയ്തെടുക്കും. സ്റ്റീലടങ്ങിയ നല്ല ബലമുള്ള റബ്ബറാണ് പുറത്തേക്ക് വരുന്നത്. ഇതിന് മുകളിലൂടെ ടയർ നിർമ്മിക്കാനെടുത്ത വസ്തുക്കളോട് എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കാൻ പെയിന്റ് അടിക്കുന്നുണ്ടാകും. പുതിയ ടയറുകളിൽ എപ്പോഴും ഈ നിറം കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനെ ചെറിയ ഷീറ്റുകളാക്കി മുറിച്ചു മാറ്റും. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റി ചെക്കിംഗ് കൂടെ നടക്കുന്നുണ്ടാകും. ആദ്യത്തിനെക്കാട്ടിലും കട്ടിയുള്ള വയറുകൾ ഉപയോഗിച്ചായിരിക്കും ടയറിന്റെ സൈഡുകളിൽ വരുന്ന റിങ്ങുകൾ നിർമ്മിക്കുന്നത്. ടയറും ചക്രവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് വരുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ലീഡ് എന്ന്. ഇതുപോലെ തന്നെ ടയറിന്റെ ഉള്ളിൽ വരുന്ന ചില പാർട്ടുകളും നിർമ്മിച്ചെടുക്കുന്നു. ഇനി ഈ പാർട്ടുകളെല്ലാം കൂടി ടയറാക്കി മാറ്റുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി ടയർ അസംബ്ലിംഗ് മെഷീൻ എന്ന ഒരു യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ടയർ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഒരു നീണ്ട ഡ്രമ്മാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ടയറിന്റെ ഉൾവശത്ത് വരുന്ന ഒരു ലെയർ റബ്ബർ ഇതിൽ ചുറ്റിയെടുക്കും. ഇതിന് മുകളിലൂടെ മെറ്റൽ ചേർത്ത റബ്ബറും മറ്റൊരു ലെയറായി ചുറ്റുന്നു. ഇതേ സമയത്ത് തന്നെ ടയറുകളുടെ ഉൾവശത്ത് വെക്കുന്ന വളയങ്ങൾ അഥവാ പീഡുകൾ സൈഡിൽ നിന്ന് മെഷീനുകൾ തന്നെ എടുത്തുകൊണ്ടുവന്ന് ചുറ്റിയ റബ്ബറിന്റെ 2 സൈഡുകളിലുമായി വെക്കും. ഇനി നടുവിലുള്ള ബ്ലാഡർ വലുതാവുകയും സൈഡിൽ നിന്ന് ബീഡ് ഉൾപ്പെടെയുള്ള പാർട്ടുകളെ തള്ളി അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇതിന് തൊട്ടുപുറകെ മറ്റൊരു മെഷീൻ ടയറിന്റെ മുകളിലുള്ള പാർട്ട് എടുത്തുകൊണ്ടുവന്ന് ഇതിന് മുകളിലോട്ട് ചേർക്കും. ഇവിടെയാണ് ടയറിന്റെ ത്രെഡ് വരുന്നത്. റബ്ബർ പാർട്ടുകളെല്ലാം തന്നെ ഇപ്പോഴും ചൂടായിരിക്കുന്നതിനാൽ ഇവയെല്ലാം തമ്മിൽ യോജിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. സൈഡിൽ നിന്ന് റോളറുകളും ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു പ്രോസസ്സിന് ശേഷം പോതിയിരിക്കുന്ന ഒരു വസ്തു ലഭിക്കുന്നു. ഇപ്പോഴും ഉപയോഗിക്കാൻ പാകമാകാത്തതുകൊണ്ട് ഇതിനെ ഗ്രീൻ ടയർ എന്നാണ് വിളിക്കുന്നത്. ഇനി ക്യൂറിംഗ് എന്ന പ്രോസസ്സിലൂടെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കണം. അതിനായി ഇവയെ ത്രെഡിന്റെ ഷേപ്പിലുള്ള അച്ചുകളിൽ വെച്ച് ചൂടാക്കി മെഷീൻ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നു. അതിനുള്ളിൽ വെച്ച് റബ്ബർ പ്ലാസ്റ്റിക് പോലെ ഉരുകി ഓരോ വിടവിലേക്കും അത് കൃത്യമായി കയറിയിരിക്കും. ഈ ചൂട് കൊണ്ട് തന്നെ റബ്ബറിനുള്ളിൽ വൾക്കനൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. ഇത് കാരണമാണ് റബ്ബർ പെട്ടെന്ന് പൊട്ടിപ്പോകാതെ ഇരിക്കുന്നത്. മണിക്കൂറുകൾ വരെ നീളാവുന്ന ഈ പ്രോസസ്സിന് ശേഷം ത്രെഡോട് കൂടിയ ഉപയോഗിക്കാൻ പാകമാകുന്ന ടയറുകൾ പുറത്തേക്ക് വരുന്നു. ടയറുകൾ പുറത്തേക്ക് വന്നെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കാൻ യോഗ്യമായിട്ടില്ല. ക്വാളിറ്റി ചെക്കിംഗ് കൂടി ഉണ്ട്. അലൈൻമെന്റും ബാലൻസിങ്ങും ആദ്യം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ടയറിനുള്ളിലുള്ള മെറ്റൽ വയറുകൾ ചേരുന്ന ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എക്സ്ട്രാ മെഷീൻ എടുത്ത് നോക്കും. പ്രശ്നങ്ങളുള്ള ടയറിനെ റീസൈക്കിളിനായി വിടുന്നു. ബാലൻസിങ് നോക്കുമ്പോൾ കുറവുണ്ട് എന്ന് തോന്നുന്ന ഭാഗത്ത് ഒരു മഞ്ഞ ഡോട്ട് വരയ്ക്കാറുണ്ട്. ടയർ ചക്രത്തിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ബാലൻസ് കിട്ടാനായി ഇതിനടുത്തായിരിക്കണം കാറ്റ് നിറക്കാനുള്ള ബാൽറ്റ്യൂബുകൾ വെക്കുന്നത്. വണ്ടിക്കുണ്ടാകുന്ന വൈബ്രേഷനുകൾ കുറക്കാൻ ഇത് സഹായിക്കും. ഇതിനെല്ലാം ശേഷം ഓരോ ടയറും എക്സ്പേർട്ടായ ജോലിക്കാർ കണ്ടും തൊട്ടും ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ക്വാളിറ്റി ചെക്കിംഗ് പാസ്സാക്കുന്നത്. അവിടെ നിന്ന് ടയറുകൾക്ക് ബാർകോഡ് ഒട്ടിച്ച് നേരെ സ്റ്റോർ റൂമിലേക്ക്, അവിടെ നിന്ന് ലോകമെമ്പാടുമുള്ള വണ്ടികളിലേക്കും. എങ്ങനെയുണ്ടായിരുന്നു ടയറിന്റെ ഫാക്ടറി നിർമ്മാണം? താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുവിന്റെ ഫാക്ടറി നിർമ്മാണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായും ചെയ്യാവുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.